പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട്. മുകേഷ് എം നായരെ ക്ഷണിച്ചത് JCI എന്ന സംഘടനയാണെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഹെഡ് മാസ്റ്റർക്ക് കഴിയില്ല എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനാധ്യാപകൻ അത് സംഘാടകരാണ് ക്ഷണിച്ചത്, കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും സ്കൂളിൽ ആര് പങ്കെടുക്കണം, ആര് പങ്കെടുക്കരുത്, ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാനാധ്യാപകനാണ്. അപ്പോൾ സ്കൂൾ അധികൃതർക്കെതിരെ, അതായത് പ്രധാനാധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്നാണല്ലേ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി ശുപാർശ ഈ റിപ്പോർട്ടിലില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് താൽക്കാലികമായി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉപഡയറക്ടർക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ഇതിൽ ഈ റിപ്പോർട്ടിൽ നടപടി കൂടി, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുകൂടി പരാമർശിച്ചുകൊണ്ട് എന്തെല്ലാം തെറ്റുകളാണ്, ആരെല്ലാമാണ് ഇതിൽ കുറ്റക്കാർ എന്നീ തുടങ്ങിയ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DG ഇപ്പോൾ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ടിൽ പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്നത്, സാധാരണ ഒരു സ്കൂളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണം, ആരായിരിക്കണം ഉദ്ഘാടകൻ തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ വാക്ക് പ്രധാന അധ്യാപകന് തന്നെയാണ്. അക്കാര്യത്തിൽ ധാർമ്മികമായി പ്രധാന അധ്യാപകന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രധാന അധ്യാപകന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇതിൽ ആദ്യ റിപ്പോർട്ടിൽ നടപടി ശുപാർശകളില്ലായിരുന്നു. 2-ാം തീയതിയാണ് പ്രവേശനോത്സവം നടക്കുന്നത്. പ്രവേശനോത്സവത്തിലാണ് പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ പ്രധാന അതിഥിയായി എത്തുന്നത്. ഈ പ്രധാന അതിഥിയായി ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് JCI എന്ന സംഘടനയാണ്. ഇവിടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ ഏകദേശം 90ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും മറ്റും വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി മുകേഷ് എം നായർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് റീലെല്ലാം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പോക്സോ കേസ് പ്രതിയാണ് എന്ന് താൻ അറിയാതെയാണ് JCI കൊണ്ടുവന്ന സംഘടനയിലെ ഉദ്ഘാടകനെ താൻ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാന അധ്യാപകൻ പറയുന്നത്. എന്തായാലും ഈ സംഘടന ഇന്ന് പ്രധാന അധ്യാപകനോടും സ്കൂളിനോടും മാപ്പ് പറഞ്ഞ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പ്രധാന അധ്യാപകനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാന അധ്യാപകന് വീഴ്ച സംഭവിച്ചു എന്ന് കാണിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ DGക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് എയ്ഡഡ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം വരും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റിപ്പോർട്ട് തിരികെ അയക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഏത് നടപടിയായിരിക്കും ശുപാർശ ചെയ്യുക എന്നുള്ളത് ഇനി കാത്തിരിക്കേണ്ടി വരും.